ആവേശം നൽകണം അല്ലാ. അല്ലാഹു എല്ലാ ശർറിനെ തൊട്ട് ഈ നാടിനെ കാക്കണം അല്ലാ. ഈ നാട്ടിലെ നിന്റെ ഖൈറും ബറക്കത്തും ഇസ്സത്തും ഐശ്വര്യവും പേമാരി പോലെ പെയ്തിറക്കണം അല്ലാ. എല്ലാവിധ സിഹ്ർ കുഫർ ഐന മക്ർ കുതന്ത്രങ്ങൾ ശൈത്താനിന്റെ പ്രയാസങ്ങളെ തൊട്ട് ഈ നാട്ടിനെ കാക്കണം അല്ലാ. ഈ നാട്ടിലെ ഓരോ വീടുകളെയും കാക്കണം റഹ്മാന്. നിന്റെ ഖൈർ ചൊരിഞ്ഞു നിൽക്കുന്ന ഒരു നാടാക്കി നാടിനെ മാറ്റണം റഹ്മാന്. കടങ്ങൾ കൊണ്ട് പ്രതിമുട്ടുന്ന പലരും ഈ നാട്ടിലുണ്ട് അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാന്. അവരുടെ കടങ്ങളൊക്കെ തീർക്കാനുള്ള വഴികൾ നൽകണം അല്ലാ. കടമുണ്ടായതിന്റെ പേരിൽ വീട്ടിൽ കയറാൻ പറ്റാത്ത, നാട്ടിൽ വരാൻ പറ്റാത്ത നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. പ്രയാസപ്പെടുത്തല്ല അല്ലാ. അവർക്ക് ഖൈറായ വഴികൾ തുറന്ന് നൽകണം റഹ്മാന്. വീടില്ലാത്തവരുണ്ട്, കുറ്റിയിട്ടവർ, പകുതിയിലായവർ, പൂർത്തീകരിക്കാൻ പറ്റാത്ത പ്രയാസത്തിൽ നിൽക്കുന്നവർ, അല്ലാഹുവേ കോട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവർ, പടച്ച റബ്ബേ അവർക്കൊക്കെ ഖൈറായ ഭവനം നൽകണം അല്ലാ. ജീവിതത്തിൽ ഒരു അഭിലാഷമാണ് നല്ലൊരു വീട് എന്നുള്ളത്, അല്ലാഹുവേ അത് നൽകണം അല്ലാ. കുറ്റിയിട്ടവർക്ക്, പകുതിയിലാർക്കവർക്കൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നിന്റെ സാമ്പത്തികമായ എല്ലാ വഴികളും തുറന്നു നൽകണം അല്ലാ. എല്ലാ ഖൈറാത്തുകളും തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാ. കല്യാണ പ്രായമെത്തിയ യുവാക്കൾ, യുവതികളുണ്ട് റബ്ബേ. അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഇണകൾ നൽകണമല്ല. കല്യാണം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണമല്ല. കൺകുളിർമയേകുന്ന ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം നൽകണമല്ല. അല്ലാഹു ഞങ്ങളെ മക്കളെ ഖൈറിലാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എത്തിയിട്ട് അവിടുന്ന് വേർപിരിയുന്ന ഒരവസ്ഥ നൽകല്ല റബ്ബേ. മരിക്കുമ്പോഴേക്കും കൂടെ നിന്ന് നല്ല സന്തോഷകരമായ ജീവിതം നയിക്കാൻ അവർക്ക് സൗഭാഗ്യം നൽകണമല്ല. അതിനുള്ള ഈമാനിയായ കരുത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ കാക്കണം അല്ലാ. കള്ളിന്റെയും കഞ്ചാവിനെയും മക്കളാക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, ഞങ്ങൾ മോശമായി കാണുന്ന, നാടും എല്ലാവരും വെറുക്കുന്ന ഒരു തരത്തിലുള്ള മക്കളാക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളൊക്കെ ദീനിന്റെ അഹ്ലുകാരാക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന, മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന മക്കളാക്കണം അല്ലാ. പഠിക്കുന്ന മക്കൾക്കൊക്കെ നാഫിയായ ഉലൂമിനെ നൽകണം അല്ലാ. വരുന്ന പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം ഞങ്ങളെ മക്കൾക്ക് നൽകണം റഹ്മാനെ. അനുഗ്രഹിക്കണം അല്ലാ. ഇതിന് വേണ്ടി സഹായിച്ച ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സഹകരിച്ച ഒരുപാട് പേരുണ്ട്. ഈ പരിപാടികളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വീക്ഷിക്കുന്നവരുണ്ട് റഹ്മാന്. അവരെ നീ കബൂലാക്കണം അല്ലാ. സ്വീകരിക്കണം റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. ഈ പരിപാടിക്ക് 3 ദിവസം ഇവിടെ വന്ന് സഹകരിച്ചവർ ഈ പാതിരാവിന്റെ സമയത്തും എണീക്കാതെ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇരിക്കുന്നവരുണ്ട് റബ്ബേ. മനസ്സിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലാ. ഇവരുടെ ഓരോരുത്തരുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട് അല്ലാ, ലക്ഷ്യങ്ങളുണ്ട് റബ്ബേ. പടച്ച റബ്ബ് നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഇവിടെ ഇരിക്കുന്ന ആമീൻ പറയുന്ന ഓരോരുത്തരുടെ മനസ്സിന്റെ അകങ്ങളിലേക്ക് നോക്കണം അല്ലാ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം അല്ലാ. അവരുടെ മുറാദുകളെ ഹാസിലാക്കണം അല്ലാ. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണമല്ല. ആരാനോട് മറ്റുള്ളവരോട് പറയാൻ പറ്റാതെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പലരും, ബേജാറ് കൊണ്ട് ഇങ്ങനെ കരയുന്നവർ ഒരുപാട് പേരുണ്ട് റഹ്മാന്. പൊട്ടിക്കരയുന്നവർ, ഒരു നിമിഷം ഇങ്ങനെ കണ്ടാൽ കൈപിടിച്ചിട്ട് പൊട്ടിക്കരയുന്നവരുണ്ട് റബ്ബേ. മാനസികമായിട്ട് പ്രശ്നങ്ങൾ, കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, പടച്ച റബ്ബേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് കാക്കണമല്ല. ഞങ്ങളെ കുടുംബത്തിൽ ഐക്യം നൽകണമല്ല, സന്തോഷം നൽകണമല്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സന്തോഷം നൽകണം, ഉമ്മ വാപ്പന്മാർക്കിടയിൽ സന്തോഷം നൽകണമല്ല. മക്കൾക്കിടയിൽ തൃപ്തിയും സന്തോഷം നൽകണമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ചൊടിയും വെറുപ്പുമായി ദേഷ്യമായി നിൽക്കുന്ന ഒരു കുടുംബമാക്കി ഞങ്ങളെ കുടുംബത്തെ മാറ്റല്ല റബ്ബേ. നിന്റെ ഖൈർ നൽകണമല്ല. നിന്റെ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് തുറന്നു നൽകണമല്ല. ഈ നാട്ടിൽ ഒരുപാട് ഉസ്താദന്മാരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലിയിലുള്ളവർ, ഈ നാടിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ളവർ, അവർക്കൊക്കെ ഖൈർ നൽകണം റഹ്മാൻ. ഖതീബ് ഉസ്താദ്, മറ്റു ഉസ്താദന്മാർ, അവർക്കൊക്കെ ആഫിയത്തോടെയുള്ള ദീർഘായുസ്സിനെ നൽകണമല്ലോ. ഇനിയും പരിശുദ്ധമായ ദീനിക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ഇനി പരിപാടിയിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട അനസ് ഹുദവി, അവരുടെ കുടുംബങ്ങൾ, അവർക്കൊക്കെ ബറക്കത്ത് നൽകണം റഹ്മാൻ. ഖൈർ നൽകണമല്ലോ. ഇനിയും അഭിമാനകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കൈവരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. എൻ്റെ പെങ്ങളുടെ അവരെ വാപ്പ ICUവിലായിട്ടാണ് മടക്കി വീട്ടിലേക്ക് മടക്കിയിരിക്കുകയാണ്. ഒരുപാട് പ്രയാസത്തിലാണുള്ളത്. പടച്ചറബ് അവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാൻ. ആഫിയത്ത് നൽകണം അല്ലാഹ്. എന്താണോ അവർക്ക് ഖൈർ, ആ ഖൈർ നീ സന്തോഷത്തോടെ നല്ല രൂപത്തിൽ നടത്തി അനുഗ്രഹിക്കണം റഹ്മാൻ. ഒരു പ്രയാസവും ആക്കല്ല അല്ലാഹ്. റാഹത്തിലാക്കണം നൽകണം റഹ്മാൻ. അതുപോലെ ഈ നാട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. രോഗികൾക്കൊക്കെ
ശിഫ നൽകണം അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. മാരകമായ രോഗങ്ങൾക്ക് അടിമകളായ പലരും ക്യാൻസർ തുടങ്ങി ഡയാലിസിസ് തുടങ്ങി പല വിധത്തിലുള്ള മാരകമായ രോഗങ്ങൾ ശരീരത്തിന്റെ പല അവയവങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവർ ഖാലിക്കായ ഷാഫിയായ അല്ലാ ഈ പരിപാടിയുടെ ബറക്കത്ത് കൊണ്ട് ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണം അല്ലാ. പ്രയാസപ്പെടുത്തല്ല റബ്ബേ, സർവ്വരോഗങ്ങൾക്കും ശിഫ നൽകണം അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഉമ്മ വാപ്പമാർക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സനെ നൽകണം അല്ലാ. അവരെ ഖൈറിലാക്കണം അല്ലാ, അവരെ സന്തോഷത്തിലാക്കണം അല്ലാ, അവരെ മുറാദുകളെ ഹസ്സലാക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് അല്ലാ. അല്ലാഹുവേ, ഇനിയും ഒരുപാട് തവണ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗളയിലേക്ക് എത്താനുള്ള ജീവിതത്തിൽ മറാത്ത് ഒരുപാട് തവണ അവിടെ പോവാനുള്ള സൗഭാഗ്യം നൽകണമല്ലാ, സൗഭാഗ്യം നൽകണമല്ലാ. അതിനൊക്കെ ഞങ്ങളുടെ ഹൃദയം പാകപ്പെടുത്തണം റബ്ബേ, തഖ്വ നൽകണം അല്ലാ. പരിശുദ്ധമായ ഹജ്ജ് ഉംറയും ജീവിതത്തിൽ ഒരുപാട് തവണ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണം അല്ലാ. അല്ലാഹുവേ, നല്ല രൂപത്തിൽ ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനെ. നിന്നടുത്തെറിഞ്ഞ് നിന്റെ വഴികളിലേക്ക് കടന്നു ചെല്ലാനുള്ള സൗഭാഗ്യം നൽകണം റബ്ബേ. വബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി ലതുഹാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد وعليه وسلم اللهم صل على محمد. السلام عليكم ورحمة الله. ഇപ്പൊ ഇത് കഴിഞ്ഞെങ്കിൽ ഇഷ്ക് മജ്ലിസ് അല്ലേ ഇവിടുത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഏതായാലും കഴിഞ്ഞല്ലോ പരിപാടി, ഇതോട് കൂടി കഴിഞ്ഞപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് തന്നെ പോവാ. ഇൻഷാ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതുപോലെ റമദാനിൽ എല്ലാ ദിവസവും ഇഫ്താർ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ അകമൊഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ആരും പോകരുത്. നമ്മുടെ സുഹൃത്തുക്കളുടെ ഇഷ്ക് മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടക്കുന്നതാണ്. അതേപോലെ തന്നെ കാലിഗ്രഫിയുടെ സമ്മാനം നൽകാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ നമ്മുടെ മദ്രസയിൽ അടുത്ത അധ്യയന വർഷം മുതൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രീ സ്കൂൾ, അതായത് KG സെക്ഷൻ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും പറഞ്ഞതാണ്, വലിയൊരു മദ്രസ ബിൽഡിങ്, മദ്രസ സമയം കഴിഞ്ഞ് വെറുതെ നമുക്ക് നിൽക്കുകയല്ലേ, അപ്പോൾ ഒരു ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനൊരു അവസരം നൽകാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചെറിയ പൊടിമക്കൾക്ക് അതൊരു ഉപകാരമാകും. കുറേ ദൂരത്തേക്ക് ചെറിയ മക്കളെ വിടുന്നതിൻ്റെ പ്രയാസം രക്ഷിതാക്കൾക്ക് ഉണ്ടാവും. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വളരെ നല്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ സമസ്തയുടെയും അതേപോലെ തന്നെ എന്താ പറയുക ഇതിൻ്റെ നമ്മുടെ ജമാഅത്തിൻ്റെ ഒക്കെ സമ്മതത്തോടു കൂടി സമസ്തയുടെ അണ്ടറിലായിട്ട് ചെറിയ രൂപത്തിലുള്ള ഒരു KG സെക്ഷൻ സ്കൂള് നമ്മുടെ മദ്രസയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റർ പ്രകാശനം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തങ്ങൾ അവർക്ക് നൽകുന്നു. ഇരുവരെയും അത് പ്രകാശനം നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതൊന്നും വലിയ സാമ്പത്തിക ലാഭമുള്ള കാര്യമല്ല. നമ്മുടെ നാട്ടിലെ മദ്രസയും അതേപോലെ തന്നെ ദീനീ സ്ഥാപനവും ഉയർന്നു വരാൻ നമുക്ക് എന്താണോ സാധിക്കാൻ പറ്റുക, നമ്മുടെ മക്കളെ ദീനീ ദൈവത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. കാരണം നമ്മുടെ മദ്രസ എന്ന് പറയുന്ന 2 ഷിഫ്റ്റാണ് മദ്രസ. ഇൻഷാ അല്ലാഹ് ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ MYS-ൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഈ സമിതിയുടെയും പേരിൽ 1000 നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് കവാലി ടീം വേദിയിലേക്ക് എത്തണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. സമ്മാനം നൽകാനുണ്ട് കേട്ടോ.
സമ്മാനത്തിന് ബന്ധപ്പെട്ട നേരത്തെ ഞാൻ പേര് അനൗൺസ് ചെയ്തതാണ്. ആ സമ്മാനം നൽകുന്നു. ഒന്നാം സ്ഥാനം നേടിയ ആയിഷ PA വഫിയ, ഡോക്ടർ ഓഫ് അബൂബക്കർ കുതിരിൽ, അവര് സമ്മാനം സ്വീകരിക്കാനെത്തണം. നൽകാൻ വേണ്ടി കാസിം ചാനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഫസ്റ്റ് സമ്മാനം അബൂബക്കർ കുതിരിൽ അവർ എത്രയും പെട്ടെന്ന് വേദിയിലെത്തുക. അതേപോലെ തന്നെ രണ്ടാം സ്ഥാനം നേടിയ ആയിഷ ഫിദ അമീർ കരുവാക്കോട് അവരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. രണ്ടാം സ്ഥാനം നേടിയ ആയിഷത്ത് ഫിദ ഡോക്ടർ ഓഫ് അമീർ കരുവാക്കോട് ബഷീർ ചാ. രണ്ടാം സ്ഥാനം നൽകുന്ന അബ്ദുറഹ്മാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അടുത്തതായി മൂന്നാം സ്ഥാനം മുഹമ്മദ് TN നസീർ തുരുത്തി അവരാണ്. സമ്മാനം നൽകാൻ വേണ്ടി അബ്ദുറഹ്മാൻ കോവൽ, അബ്ദുള്ള ചെറുവാദുക്കളെ ഇവരെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് ഖവാലിക്ക് വേണ്ടി വേദിയിലെത്തണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മദ്രസയിൽ ഒരു ഇസ്ലാമിക് പ്രീ സ്കൂൾ തുടങ്ങാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളോടൊക്കെ പറഞ്ഞു. ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കൾ വളരണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്കൊക്കെ അറിയാം, സദർ ഉസ്താദായിട്ട് ഞാൻ ഈ ഒരു അധ്യയന വർഷത്തിൽ സേവനം ചെയ്തതാണ്. ഈ ഒരു അധ്യയന വർഷം ഇവിടെ സേവനം ഏറ്റെടുത്തതാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ കമ്മിറ്റിയും രക്ഷിതാക്കളൊക്കെ പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ ദീനിയായ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചു. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ എന്താ പറയുക, പഠന കാര്യങ്ങളിലൊക്കെ അവരെ നന്നായി ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും രക്ഷിതാക്കൾക്കൊക്കെ അറിയാം, നമ്മുടെ മദ്രസയിൽ 2 ഷിഫ്റ്റായിട്ടാണ് മദ്രസ ഉള്ളത്. 6:30 മണി മുതൽ 7:30 മണി വരെ ഒരു ഷിഫ്റ്റും 7:30 മണി മുതൽ 9 മണി വരെ രണ്ടാമത്തെ ഷിഫ്റ്റും. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ 6:30 മണി മുതൽ 7:30 മണി എന്നുള്ള 1 മണിക്കൂർ നമ്മുടെ മക്കൾക്ക് വലിയൊരു സമയമായിട്ട് കിട്ടുന്നില്ല, ആകെ തുച്ഛമായ സമയം. അപ്പോൾ ലേറ്റായിട്ട് വരുന്ന മക്കളെയും കൂടി ഉൾപ്പെടുത്തിയ 1/4 മണിക്കൂർ നമുക്ക് ക്ലാസ് എടുക്കാൻ സമയം കിട്ടുന്നുള്ളൂ. അതിനുശേഷം 7:30 മണി മുതൽ 9 മണി വരെ ക്ലാസ് ഉണ്ട്. എങ്കിലും 8:30 മണിക്ക് വണ്ടിയും ബസ് അതേപോലെ സ്കൂളിൻ്റെ വാഹനങ്ങളും മറ്റൊക്കെ വരുന്നത് കൊണ്ട് നേരത്തെ മക്കളെ വിടേണ്ടതുള്ളത് കൊണ്ട് അവർക്കും സമയം വളരെ കുറവാണ്. നേരത്തെ ഞങ്ങൾ 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നോക്കിയ സമയത്തും നമ്മുടെ മദ്രസയിൽ 1-ാം ക്ലാസ്സിലേക്ക് കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്വേഷിച്ച് നോക്കിയപ്പോൾ പല മക്കളും സ്കൂളുകളിൽ മദ്രസ പഠിക്കുന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ രക്ഷിതാക്കളോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഒരു അഭിമാനമായി മദ്രസ സംവിധാനം നിലനിൽക്കുമ്പോൾ നമ്മൾ പുറത്ത് എവിടെയോ ഉള്ള മദ്രസ തേടി പോകേണ്ടതില്ല. അപ്പോൾ നമ്മളെ മക്കളെ ദീനിയായ ചുറ്റുപാടിൽ വളർത്തണമെങ്കിൽ മദ്രസ അനിവാര്യമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്കൂളിൻ്റെയും മറ്റു ട്യൂഷൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിട്ടുന്ന സമയം പിന്നെയും അപഹരിക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മുടെ മദ്രസയിൽ ഒരു ഭൗതിക സ്ഥാപനം തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ അതൊക്കെ വിജയിക്കും. ഇതൊന്നും ഒരു സാമ്പത്തിക നേട്ടത്തിനല്ല എന്ന് ആദ്യം തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുച്ഛമായ ഫീസോട് കൂടി ഈ സ്ഥാപനം നടന്നു പോകണമെന്ന ഉദ്ദേശത്തിൽ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ എന്തായാലും നൽകാൻ ശ്രമിക്കുമെന്ന് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അംഗം എന്ന നിലയിൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ സഹകരിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെ, ഖവാലി ഇഷ്ക് മജ്ലിസ് അവതരിപ്പിക്കാൻ വേണ്ടി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
شيخون هلا 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 هلا